ഹ്യുണ്ടായി ക്രെറ്റയുടെ ഗിയർ സിസ്റ്റം നമുക്ക് നോക്കാം. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് ഫോർവേഡ് പോകാൻ 6 ഗിയറുണ്ട്, റിവേഴ്സ് പോകാനായിട്ട് 1 ഗിയറും, അങ്ങനെ 7 ഗിയറുണ്ട്. അപ്പോൾ ഫോർവേഡ് ഇടാനായിട്ട് സാധാരണ ഈ ഗിയർ ഇതാണ് എന്ത് വരിക, ന്യൂട്രൽ വരിക. ഈ ഗിയർ നോർമലായിട്ട് നിൽക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും. ഈ 3ൻ്റെയും 4ൻ്റെ ഇടയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ 3ഉം താഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ 4ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഗിയർ സിസ്റ്റം നമ്മൾ നോർമലായിട്ട് ഇടുന്ന പോലെ തന്നെ ചേർത്ത് പിടിക്കുക, ഇടുക. ഇപ്പോൾ വീണതാണ് ഫസ്റ്റ് ഗിയർ, അതുപോലെ ചേർത്ത് താഴ്ത്തി കിടന്നത് സെക്കൻഡ് ഗിയർ. ദെൻ വീണ്ടും ന്യൂട്രൽ വന്ന് നോർമലായിട്ട് നിൽക്കുന്ന സ്ഥലം അവിടെ നേരെ മുകളിലേക്ക് കഴിഞ്ഞാൽ തേർഡായി, നേരെ താഴ്ത്തി കിട്ടി കഴിഞ്ഞാൽ ഫോർത്തായി. ഇനി ഫിഫ്ത്ത് ഇടുമ്പോൾ എന്താണ്, ന്യൂട്രൽ ആക്കുന്നു, ചേർത്ത് ഇങ്ങോട്ട് ചേർത്തിട്ട് ഫിഫ്ത്ത്, ചേർത്തിട്ട് സിക്സ്ത്ത്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഗിയർ സിസ്റ്റം. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇതിൻ്റെ റിവേഴ്സ് എങ്ങനെ ഇടാമെന്ന്. ഒരു കാരണവശാലും ഫോർവേഡ് ഓടിക്കുന്ന സമയത്ത് എന്തില്ല, റിവേഴ്സിലേക്ക് വീഴില്ല. റിവേഴ്സ് വീണെങ്കിൽ ഇവിടെ വേറൊരു നോബുണ്ട്. ഈ നോബ് പ്രസ് ചെയ്യുന്ന സമയത്ത് ആണ് എന്ത് ചെയ്യുള്ളൂ, ഫസ്റ്റിൻ്റെ സെക്ഷനിൽ നിന്ന് അടുത്ത സെക്ഷനിലേക്ക് പോവുള്ളൂ. നോബ് വലിക്കാത്തോടത്തോളം കാലം ഇത് പോവില്ല. നോബ് വലിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുക, ഇപ്പുറത്തേക്ക് പോവുള്ളൂ. എന്നിട്ട് കയറ്റിടുക. ഇതാണ് എന്ത്, റിവേഴ്സ്. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ യാതൊരു കാരണവശാലും എന്തില്ല, റിവേഴ്സിലേക്ക് പോവില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റം കൊടുത്തിരിക്കുന്നത്.